കൗമാരക്കാരായ കുട്ടികളുടെ പ്രണയവും ആത്മഹത്യയും. കഴിഞ്ഞ ദിവസം ഓടാനാവട്ടം KRG PM സ്കൂളിലെ വിദ്യാർത്ഥിയായ ദേവനന്ദയെ കാണാതെ പോയി. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വീട്ടിൽ വന്നില്ല. മാതാപിതാക്കൾ കൊല്ലം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. തൊട്ടുപുറകെ മറ്റൊരു പരാതിയും കൂടി എത്തി. കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ഷെബിൻ ഷായി. രണ്ടുപേർക്കും 17 വയസ്സേ പ്രായമുള്ളൂ. ദേവനന്ദ നല്ല സുന്ദരിയായ കുട്ടിയാണ്. അതുപോലെ ഷെബിൻ ഷായി നല്ല സ്മാർട്ടാണ്. ഇവർ തമ്മിലുള്ള പ്രണയം രണ്ട് വീട്ടുകാർക്കും അറിയാവോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. എങ്കിലും കുട്ടി രാവിലെ സ്കൂളിൽ പോയിട്ട് ദേവനന്ദ മടങ്ങി വന്നില്ല. ദേവനന്ദയുടെ കയ്യിൽ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു. തൊട്ട് പുറകെ അടുത്ത മിസ്സിങ്ങുടെ കൊല്ലം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു. ഷെബിൻ ഷാ, കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥി. രണ്ടുപേരും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ല. രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. ഇവർ തമ്മിലുള്ള പ്രണയം അധികം വ്യക്തികൾക്കൊന്നും അറിയില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും അനുസ്യൂതം ആ പ്രണയം തീവ്രതയിലേക്ക് പോയി. കുട്ടികൾക്കറിയാം രണ്ടുപേരെയും വീട്ടുകാര് ഈ പ്രണയത്തിന് അംഗീകാരം കൊടുക്കില്ല എന്ന്. രണ്ട് വ്യത്യസ്തമായ ജാതികളാണ്. അതുകൊണ്ട് എതിർപ്പുണ്ടാവുമെന്നറിയാം. എന്തായാലും ആ പ്രണയത്തിന് അവരെ ഉദ്ദേശിച്ച പക്വതയില്ലാത്ത ആ പ്രണയം, കൗമാരക്കാരായ പ്രണയം, അത് പര്യവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. പൂയപ്പള്ളി പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തി രണ്ടുപേരെ പറ്റി. അവരുടെ സുഹൃത്തുക്കളെടുത്തും വീട്ടുകാരെടുത്തും സ്കൂളിലും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിച്ചില്ല. ശാസ്താംകോട്ട കായലിൽ വെള്ളിയാഴ്ച രാവിലെ 2 മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്നു. ദേവനന്ദയുടെയും അത് ഷെബിൻ ഷായുടെയും. രണ്ടുപേരെയും ആ മൃതദേഹം ആരുടെയാണെന്നറിയില്ലെങ്കിലും തുടക്കത്തിൽ അതിങ്ങനെ കായലിൽ ഒഴുകി നടക്കുന്ന കണ്ടപ്പോൾ പോലീസ് എത്തി കരയ്ക്ക് കയറ്റി. കാണാതെ പോയ കുട്ടികളുടെ മാതാപിതാക്കള് മൃതദേഹം തിരിച്ചറിഞ്ഞു. ഈ പ്രണയം, ഈ കൗമാരക്കാര പ്രണയം, പക്വതയെത്തിയിട്ടില്ലാത്ത ഈ പ്രണയം, രണ്ടുപേരും ജീവിതം തുടങ്ങാൻ പോകുന്നതുള്ളൂ. ആ പ്രണയം തീവ്രമായി അത് സഫലീകരിക്കില്ല എന്ന് രണ്ടു കുട്ടികൾക്കും സംശയം തോന്നി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അപക്വമായ ഒരു തീരുമാനം. പ്രണയമുണ്ടെങ്കിൽ തന്നെ അത് സഫലമാകില്ലെങ്കിലും ആ പ്രണയം നിലനിർത്തിക്കൊണ്ട് തന്നെ വർഷങ്ങളോളം മുന്നോട്ട് പോകാം കുട്ടികൾക്ക്. ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ആ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആ തീവ്രതയ്ക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നേക്കാം. അല്ലെങ്കിൽ വഴിമാറി വീട്ടുകാർ ചിന്തിച്ചേക്കാം. കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പൊ ഇതുപോലെ പല കുട്ടികളും അപക്വമായ അല്ലെങ്കിൽ പ്രണയം പക്വതയില്ലാത്ത രീതിയിൽ പ്രായപൂർത്തിയാകാത്ത ആ പീരീഡിൽ പ്രണയം നടക്കും. അത് സ്വാഭാവികമാണ്. അതിന് എതിർപ്പുണ്ടാവാം. അത് നീണ്ടു നിൽക്കട്ടെ. കുറെ വർഷങ്ങൾ പോകുമ്പം ആ പ്രണയത്തിന് തീർച്ചയായിട്ടും സബലീകരണം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ക്ഷമ കാണിക്കുക. ഇതുപോലെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടുകാരെ വിഷമവൃത്തത്തിലാക്കരുത്. അനാഥരായ 2 പ്രേതങ്ങൾ ശാസ്താംകോട്ട കായലിൽ ഒഴുകി നടക്കുന്നത്, അത് നാട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെയാണ് വീട്ടുകാർ ആ 2 കുട്ടികളുടെയും ആ ഡെഡ് ബോഡി കണ്ട് ഐഡന്റിഫൈ ചെയ്തത്. നമുക്ക് പാലക്കാട്ടെ ഒരാളുടെ പ്രണയം, വ്യത്യസ്ത ജാതിയിൽപ്പെട്ട അവിടുത്തെ ഒരു പ്രണയം, ആ പെൺകുട്ടി ആ പയ്യനുമായിട്ട് ഒളിച്ചുപോയി. അവൻ്റെ വീടിന് സൈഡിലൊരു മുറി അവന് സ്വന്തമായി ഉണ്ട്. വീട്ടുകാരോട് ചർച്ചയില്ലാതെ ആ മുറി കഴിയുന്ന ആ പയ്യൻ കൂലിപ്പണിക്ക് പോകും. സ്വന്തമായിട്ട് വീടിനകത്ത് ആ മുറിക്കുള്ളിൽ
കഞ്ഞി വെക്കും, വീട്ടിൽ നിന്ന് ആഹാരം സ്വീകരിക്കില്ല. അങ്ങനെ വീട്ടുകാരുമായിട്ട് ഉടക്കി ജീവിച്ചു വന്ന ആ പയ്യൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായി. അതിനുശേഷം ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്ന് ഈ മുറിയിലാക്കി പൂട്ടി ഏകദേശം 8-10 വർഷം ആ പെൺകുട്ടി ആ മുറിക്കകത്ത് കഴിഞ്ഞുകൂടി. തൊട്ടടുത്ത മുറിയിലുള്ള മാതാപിതാക്കളോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഈ പയ്യന്റെ സുഹൃത്തുക്കളോ നാട്ടുകാരോ പോലീസോ അറിയാതെ 10 വർഷത്തോളം ആ ഒരു മുറിക്കുള്ളിൽ പതുങ്ങി നിന്നു. പിന്നീട് എത്രയോ വർഷത്തിന് ശേഷമാണ് ഈ കാണാതെ പോയ പെൺകുട്ടിയെ കണ്ടെത്തുന്നതും അവർ തമ്മിൽ പ്രണയമായിരുന്നെന്നും ആ പ്രണയം സഫലീകരിക്കുന്നതിന് വേണ്ടി രണ്ടുപേരും ഒളിവിക്കഴിയായിരുന്നെന്നും 10 വർഷത്തോളം വെളിയിൽ ജോലി ചെയ്ത് മടങ്ങി വരുന്ന പണം കൊണ്ട് അവർ രണ്ടുപേരും ആ മുറിക്കുള്ളിൽ 10 വർഷത്തോളം ജീവിച്ചു എന്നത് നമ്മൾ മറക്കരുത്. കാരണം കുട്ടികൾ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളും ഇതുപോലെയുള്ള ഒളിവ് ജീവിതമൊക്കെ നയിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഇവിടെ അപക്വമായ ഒരു തീരുമാനം കൊണ്ടാണ് 2 കുട്ടികൾ, സുന്ദരിയായ ദേവനന്ദ, അതുപോലെ നല്ല സ്മാർട്ടാണ് ഷെബിൻ ഷായും. അവരുടെ ഫോട്ടോ കണ്ടപ്പം ഞാൻ അതിശയിച്ചു പോയി, അന്തം വിട്ടുപോയി. 2 കുട്ടികളും നല്ല കുട്ടികളായിട്ടാണ് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഇതുപോലെയുള്ള അപക്വമായ തീരുമാനങ്ങളൊന്നും മറ്റു കുട്ടികളും ഇതേ രീതിയിൽ സഞ്ചരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്.